ചെയർമാൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആലപ്പുഴ നഗരസഭയിൽ തർക്കം മാധ്യമപ്രവർത്തകരടക്കം പുറത്താക്കിയിരിക്കുന്നു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്നും. ഷാജി, എന്താണ് ആലപ്പുഴ നഗരസഭയിൽ ഇപ്പോൾ ഈ തർക്കമുണ്ടാകാൻ കാരണം എന്താണ് അവിടെ സംഭവിച്ചത്? മനു, ആലപ്പുഴ നഗരസഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 22, 23 എന്ന നിലയിലാണ് UDF ഉം LDF ഉം തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ജനങ്ങൾ നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഭരണാധികാരി എല്ലാവരും പുറത്തു പോകണം, മാധ്യമപ്രവർത്തകരടക്കം പുറത്തു പോകണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ മാധ്യമപ്രവർത്തകർ പുറത്തു പോകാൻ കൂട്ടാക്കിയില്ല. ഇതിനെ കൗൺസിൽ ഒന്നടങ്കം അംഗീകരിച്ച കാര്യം മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ വേണം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്ന് എല്ലാ കൗൺസിലർമാരും ഏകകണ്ഠമായി അഭിപ്രായപ്പെടുകയായിരുന്നു. അതിനെ തുടർന്ന് ഭരണാധികാരിക്ക് പിൻവാങ്ങേണ്ടി വന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ത് അടിസ്ഥാനത്തിലാണ് ഭരണാധികാരി അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്? അദ്ദേഹം ഒരു കാരണം പറയുന്നില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമാണ് കൗൺസിൽ ഹാളിൽ കൗൺസിലർമാർ മാത്രമേ പാടുള്ളൂ എന്നൊരു കർശന നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെക്കുകയായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് തർക്കം രൂപപ്പെടുകയും അതിനുശേഷം പുറത്തുനിന്ന കൗൺസിലർമാരോടൊപ്പം വന്നവരും ഇതിനെ എതിർക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ഒടുവിൽ പോലീസ് എത്തുകയും ചെയ്തു. പിന്നീട് കൂടുതൽ കൗൺസിലർമാരും ഇതിനെ ഏകകണ്ഠമായി മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ വേണം തിരഞ്ഞെടുപ്പ് നടക്കേണ്ടെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതോടുകൂടി ഭരണാധികാരി അതിന് വഴങ്ങുകയായിരുന്നു.